ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് നെക്ക് തയ്ച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തയ്യലൊക്കെ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ്. നിങ്ങൾ ലൈനിങ്ങോട് കൂടിയുള്ള ചുരിദാർ തയ്ക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ജോർജറ്റിൻ്റെ തുണിയൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് നെക്ക് തയ്ക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ ഒരു ജോർജറ്റിൻ്റെ തുണി അതേപോലെ തന്നെ വഴുതി പോകുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, സിൽക്ക് തുണിയൊക്കെ, ആ ഒരു തുണിയിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ തയ്ച്ചെടുക്കാനൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ ഒരു തുണിയിൽ നിന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നെക്ക് തയ്ച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ ചുരിദാറിൻ്റെ തുണിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈനിങ് തുണി നല്ല തുണിയും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവൊക്കെ താഴെ ഭാഗത്തൊക്കെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ഒക്കെ സ്ലീവൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ലൈനിങ് തുണി നല്ല തുണിയും കൂടി തമ്മിൽ തയ്ച്ച് എടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്യാനും തയ്ക്കാനും എളുപ്പമാകും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ, ലൈനിങ് തുണി നല്ല തുണിയും കൂടി തമ്മിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യരുത് കേട്ടോ, നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ആ കൈക്കുഴി വിട്ടിട്ട് ബാക്കിയുള്ള ആ സൈഡ് ഭാഗം തയ്ച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. കൈക്കൂടെ ആ ഒരു ഭാഗത്ത് ഞാൻ തയ്ച്ചിട്ടില്ല, ലൈനിങ്ങുമായിട്ട് കൂട്ടി തയ്ച്ചിട്ടില്ല. അല്ലാത്ത ഭാഗത്തൊക്കെ മുകൾ ഭാഗത്തും തയ്യൽ കൊടുത്തു, ഈ ഒരു സൈഡിലും തയ്യൽ കൊടുത്തു, രണ്ട് സൈഡിലായിട്ടും തയ്യൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ സൈഡ് തയ്ച്ചെടുക്കുമ്പോൾ ലൈനിങ് തുണിയുടെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സൈഡ് ഭാഗം ഇങ്ങനെ തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് തുണിയുടെ ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മുടെ മെയിൻ തുണിയുടെ ലെങ്ത്തിലേറെ കുറവായിരിക്കണം കേട്ടോ. 2-3 ഇഞ്ച് ലെങ്ത്ത് കുറവിൽ വേണം നമ്മൾ ലൈനിങ് തുണി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്ക് എങ്ങനെ തയ്ച്ചെടുക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് കനം കുറഞ്ഞ ക്യാൻവാസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻവാസിൽ നിന്നും ഞാൻ ഒരു ഏകദേശം ഒരു അളവിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം 10 ഇഞ്ചും ഇങ്ങോട്ട് അളന്നപ്പോൾ 10.5 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നെക്കിന് ആവശ്യമുള്ളൊരു തുണി സുമാറിലൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി നമ്മൾ ഈ ഒരു ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കണം. കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ മടക്ക് വരത്തക്ക രീതിയിൽ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പശയുള്ള ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് പശയില്ലാത്ത ഭാഗം പുറമേക്കാക്കിയിട്ട് ഇതേപോലെ നീറ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതിൽ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്ക് നമ്മൾ ഒരു അളവ് ചുരിദാറിൽ നിന്നാണ് നെക്ക് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അളവ് ചുരിദാർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നെക്ക് അളന്നെടുക്കണം. അപ്പോൾ എങ്ങനെയെന്നും കൂടി നോക്കാം. ഇതേപോലെ ഷോൾഡർ തമ്മിൽ ഒരേപോലെ ഇട്ട് കൊടുക്കുക. നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആക്കി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 2 ഷോൾഡറും തമ്മിൽ കറക്റ്റാക്കി ഇട്ടതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എവിടെ വരുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് ഇതാ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ലൈന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് വരക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ഇവിടെ തയ്ച്ച ഉണ്ടായത് കൊണ്ട് വരക്കണില്ല. അപ്പം ഞാൻ ഈ ഒരു തയ്യലിൻ്റെ ഇതേ വരെ ഒന്ന് അളന്നെടുക്കണം. അപ്പോൾ 7 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു അറ്റ ഭാഗം ഉണ്ടല്ലോ, അതാ ഇവിടേക്ക് വേണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് ലൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇവിടെ നിന്നും ലെങ്ത്തിൽ നിന്നും ലൈന് നേരെ മുകളിലേക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ലൈന് വരച്ചു കൊടുക്കുക. അപ്പോൾ അത് അളന്ന് നോക്കി നമുക്ക് നെക്കിൻ്റെ വീതി കിട്ടും. അപ്പോൾ നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ബോക്സ് ആയിട്ടാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു മൂലയിൽ നിന്നും നെക്ക് എത്രയാണ് നമുക്ക് കുഴിച്ച് വരച്ചിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടൊന്ന് ടാപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ ടാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ
എത്രയാണോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നിന്നും അളന്ന് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ 1.25 ഇഞ്ചാണ്. ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കാണണം. ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്ത് നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ മുതൽ താഴത്തേക്ക് ആ ഒരു ലൈനിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്ക് 3.5 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. 1/2 ഇഞ്ച് മേലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ തയ്ക്കണ നെക്കിൻ്റെ ഇത് അനുസരിച്ച് 1/2 ഇഞ്ച് ഞാൻ കൂട്ടാതെയാണ് ആദ്യം മാർക്ക് ചെയ്യണത്. കട്ട് ചെയ്ത് വരുമ്പോൾ 1/2 ഇഞ്ച് ഇതിലേക്ക് ആഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ 7 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. 7 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തു. പിന്നെ കൊടുക്കണ വീതി 3 ഇഞ്ച് കേട്ടോ. ഇതിൻ്റെ കൂടെ വീതിയുടെ കൂടെ തയ്യൽ തുമ്പൊന്നും കൂട്ടണില്ല. കറക്റ്റ് വീതി എത്രയാണോ നെക്കിൻ്റെ വീതി വെച്ചാൽ അത് നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്യാറുള്ളത്. ഇനി ഇതൊന്ന് ബോക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് നെക്കാണ് വരച്ച് എടുക്കണത്. 3 ഇഞ്ച് വീതിയും 7 ഇഞ്ച് ലെങ്ത്തിലും വരച്ചെടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് റൗണ്ട് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള നെക്കും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 7 ഇഞ്ച് ലെങ്ത്തിലുള്ള ഇത് മാർക്ക് ചെയ്ത് കണ്ട് നമ്മൾ റൗണ്ട് നെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവും നമ്മളെ നെക്കിന്. ലെങ്ത്ത് കുറവ് വേണ്ടവർക്ക് 7 ഇഞ്ചൊന്നും മാർക്ക് ചെയ്യേണ്ട, ഒരു 6 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് റൗണ്ട് നെക്ക് അല്ല കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ റൗണ്ട് നെക്ക് ഇതേപോലെ നമ്മൾ ആ ഒരു മൂലയിൽ നിന്ന് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ആ മൂലയിൽ നിന്നും 1.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ വരച്ചെടുക്കണത് കേട്ടോ. ഇതാ ഈ ഒരു ഷേപ്പ് റൗണ്ട് നെക്ക് ഞാൻ ചെയ്ത് എടുക്കണില്ല. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തു. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് വരച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചുരിദാറിൽ നിന്ന് കറക്റ്റ് അളവ് എടുക്കുക. എന്നിട്ട് കറക്റ്റ് അളവ് എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്തും ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വീതിയുടെ കൂടെ ഒന്നും നമ്മൾ തയ്യൽ തുമ്പ് ഒന്നും കൂട്ടാതെ വേണം വീതി മാർക്ക് ചെയ്യാൻ. എന്നിട്ട് ആ ഒരു ബോക്സിൽ നമ്മൾ കരുതിയ നെക്കൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡുകൾ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നെക്ക് കട്ട് ചെയ്യാണ്. അപ്പം ഇങ്ങനെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ തെന്നി നീങ്ങും എന്നുള്ളവർ മുട്ടുസൂചി കുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ മുട്ടുസൂചി ഒന്നും കുത്തി കൊടുത്തിട്ടില്ല, പെട്ടെന്ന് അതൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതാ ഇതേപോലെ ആണ് ഞാൻ നെക്ക് വരച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നെക്ക് തയ്ക്കണത്. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പ് നമ്മളെ ക്യാൻവാസിൽ ഇതേപോലെ വെട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തുണിയിലൊന്ന് പതിക്കണം. അപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ, 7 ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി 1/2 ഇഞ്ച് നമ്മൾ ജോയിൻറ്റ് ചെയ്യാനും കൂടി പോയാൽ 7 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കോണ് ഭാഗം മുതലാണ് നമുക്ക് പിന്നെ അതിൻ്റെ വീതി എത്രയാണ് നോക്കുക. ഈ ഒരു വീതി കറക്റ്റാണ് നോക്കുക. അപ്പോൾ 6 ഇഞ്ച് വീതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുക. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും നമ്മൾ അളവ് എടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത്. വീതി ഫ്രണ്ടും ബാക്കും തുല്യമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്യണത്. ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലല്ലാത്തതുകൊണ്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. അവിടെ നിന്നും 4 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 4 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. വീതി 3 ഇഞ്ചും. അപ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് മാത്രം കൂട്ടി കൊടുത്തിട്ട് വീതി അതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കോളം ആക്കി വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ റൗണ്ട് നെക്കാണ് ഞാൻ വരച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ റൗണ്ട് നെക്ക് എങ്ങനെയാണ് വരച്ചെടുക്കണമെന്ന് നോക്കാം. ഇതേപോലെ ബോക്സ് ആക്കി എടുക്കാം. നെക്കിൻ്റെ ലെങ്ത്തും വീതിയും മാർക്ക് ചെയ്ത് കോളമാക്കി എടുക്കുക. അപ്പോൾ സൈഡ് ഭാഗം ലെവലല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ ഞാനൊന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതാ ഇതേപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്നും ഈ ഒരു മൂലയിൽ നിന്നും
1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കർവ് റൗണ്ട് നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ ലെങ്ത്തും വീതിയും മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് കോണിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നെക്കും ഇതേപോലെ ആ റൗണ്ടിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് പതിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുണി വേണം. അപ്പോൾ ലൈനിങ് തുണി ഞാൻ ഇതേപോലെ 2 പീസും കൂടി തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് നെക്ക് തയ്ക്കാനുള്ള തുണി തികയുള്ളൂ. അപ്പോൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഈ പശയുള്ള ഭാഗം വേണം നമ്മൾ തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതേപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയൺ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബാക്കിൻ്റെ ആ ഒരു വീതി കറക്റ്റാക്കി വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ. ഒരിക്കലും നെക്ക് വൈഡായി പോകാത്ത രീതിയിൽ വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു തുണിയിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ സൈഡത്തെ ഞാനിപ്പോൾ ഈ മടക്കണ ഈ ഒരു തുണി ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ക്യാൻവാസുമ്മ വെച്ചിട്ട് ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തു. ഇനി ബാക്ക് നെക്കും ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ മുകൾ ഭാഗം തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. ബാക്കിയുള്ള ഈ ഒരു 3 വശവും ക്യാൻവാസുമ്മ മടക്കി തയ്ച്ചെടുക്കുക. ഇതേപോലെ തയ്ച്ചെടുത്തു ഫ്രണ്ടും ബാക്കും. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. സെൻറ്റർ ഏതാണെന്നുള്ളത് അടയാളപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസുകൾ തമ്മിൽ ഇതേപോലെ കറക്റ്റാക്കി വെച്ചെടുക്കുക കേട്ടോ. ക്യാൻവാസുകൾ തമ്മിൽ തന്നെ കറക്റ്റാക്കി വെച്ചെടുക്കണം. കാരണം തുണി ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസുകൾ തമ്മിൽ ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെൻറ്ററിലേക്ക് ഇതേപോലെ വെച്ചെടുക്കാം. നല്ല വശത്ത് വേണം നമ്മൾ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് നമുക്കിതൊന്ന് പിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ മുട്ട് സൂചി വെച്ച് പിൻ ചെയ്യുക. കാരണം ഇതൊക്കെ വൈദ്യ പോണ തുണി ആയതുകൊണ്ട് തന്നെ നമുക്കിത് തെന്നി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട് സൂചി വെച്ച് കണ്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗം കറക്റ്റ് ഒരു ലെവലിൽ വെച്ചെടുക്കണം കേട്ടോ. മുകൾ ഭാഗം കറക്റ്റാണോ നോക്കുക. അതേപോലെ തന്നെ കറക്റ്റ് സെൻറ്റർ തന്നെ നമ്മളിത് തയ്ച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ മുട്ട് സൂചി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാൻവാസിന് ചാരിയിട്ട് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട്. ക്യാൻവാസിന് കൊള്ളാത്ത രീതിയിൽ അതിൻ്റെ ചാരി തയ്ച്ചെടുക്കുക. കെട്ടിട്ട് തയ്ക്കുക. ക്യാൻവാസിൽ ഒട്ടും കൊള്ളരുത്. സ്റ്റിച്ച് കൊള്ളാതെ ക്യാൻവാസിൻ്റെ ചാരി ഈ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ച് പോരുക. ഈ ഒരു കോൺ ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോണിൽ സൂചി കുത്തി നിർത്തിയിട്ട് കൊടുത്തിട്ട് വേണം മറു സൈഡിലേക്ക് ഇങ്ങനെ തയ്ച്ച് പോരാൻ വേണ്ടിയിട്ടോ. ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഈ മുട്ട് സൂചിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൽ 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കണം. ഒരിക്കലും പറ്റ വെച്ച് കട്ട് ചെയ്യരുതേ. ഇതേപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ ഒന്ന് കട്ടിങ് കൊടുക്കുക. അവിടെ ആയിട്ടൊന്ന് കട്ടിങ് കൊടുക്കുക. തയ്യലിൽ കൊള്ളാതെ വേണം കട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തയ്യലിൽ കൊള്ളാതെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പതിച്ച് തയ്ക്കണം. അപ്പോൾ പതിച്ച് തയ്ക്കുമ്പോൾ ഈ ഒരു നെക്ക് ഉണ്ടല്ലോ, നമ്മൾ ക്യാൻവാസ് വെച്ച ഈ ഒരു തുണിയിൽ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കുക. പതിച്ച് തയ്ക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള
തയ്യൽ തുമ്പൊക്കെ ഈ ഒരു പതിച്ച് തയ്ക്കണ തുണിയിൽ വരത്തക്ക രീതിയിൽ തന്നെ നമ്മൾ പതിച്ച് തയ്ച്ചെടുക്കുക. ഇതേപോലെ പതിച്ച് തയ്ച്ചെടുത്തു. ഇനി നമ്മളിത് നല്ല ചീത്ത വശത്തേക്ക് ഇട്ട് കൊടുക്കുക. ചീത്ത വശത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് നമ്മൾ ആ ഒരു എഡ്ജ് ഭാഗം ആ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് നെക്ക് നല്ല വൃത്തിയിലും ഭംഗിയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ നെക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ നെക്കിൻ്റെ മീതെ കൂടെ പറ്റ വെച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്ക് ഫിനിഷ് ചെയ്ത് തയ്ച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ല? അപ്പോൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നെക്കിൻ്റെ വീതിയും ലെങ്ത്തും ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീതി നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റാണോ നോക്കാൻ നമ്മളിവിടെ മുകളിലൊരു സ്കെയിൽ വെച്ചാൽ മതി കേട്ടോ. സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സാധനം ഇതേപോലെ വെച്ചെടുക്കുക. എന്നിട്ട് അവിടെ നമ്മളെ ഷോൾഡർ ഇതേപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നിന്നും താഴത്തേക്ക് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് 7 ഇഞ്ച് നമുക്ക് നെക്കിന് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടും പോകും. പിന്നെ നമ്മൾ നെക്കിൻ്റെ വീതി കറക്റ്റാണോ നോക്കുക. നെക്കിൻ്റെ വീതി 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തും വീതിയും ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്ത് തയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈനിങ് തുണി നല്ല തുണിയും കൂടി തമ്മിൽ തയ്ച്ച ഈ ഒരു തയ്യലുണ്ടല്ലോ അതൊന്ന് അയച്ചെടുക്കുക. അപ്പോൾ 2 ഷോൾഡർ ഭാഗത്തുള്ള തയ്യലും ഇതേപോലെ അയച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിലേക്ക് നമ്മൾ വെച്ച ഈ ഒരു തുണി ഉണ്ടല്ലോ ഹെമ്മിങ് ചെയ്യുന്നതിലേറെ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് ഇതിൻ്റെ മീതെ കൂടെ തയ്ച്ചെടുക്കുകയാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ സൂചി നൂലൊക്കെ എടുത്ത് നമ്മൾ കൈ കൊണ്ട് തുന്നണമല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല തുണി അവിടെ നിന്നും മാറ്റി കൊടുത്തിട്ട് ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ ഈ ആം ഹോളിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ കൈയിട്ടിട്ട് ഈ ഒരു മുട്ട് സൂചി ലൈനിങ്ങിൽ മാത്രം ഒന്ന് കുത്തി കൊടുക്കുക. ലൈനിങ്ങിൽ വെച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക. ഇങ്ങനെ സൂചി കുത്തി കൊടുത്താൽ നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തുടക്കക്കാരൊക്കെ ഇതേപോലെ മുട്ട് സൂചിയൊക്കെ ഒന്ന് കരുതി വെക്കുക. കാരണം നമുക്ക് നെക്കൊക്കെ തയ്ക്കാൻ ഒരുപാട് ഉപകാരം ഉള്ള സാധനമാണ് ഈ ഒരു മുട്ട് സൂചി. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നെക്കൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ലൈനിങ് തുണിയിൽ വെച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് എടുത്തു. ഇനി നമ്മൾ ലൈനിങ് തുണിയിൽ തന്നെ വെച്ചിട്ട് ഇപ്പോൾ പിൻ ചെയ്ത അതേപോലെ തന്നെ നമുക്കൊന്ന് തയ്ച്ച് എടുത്താൽ മതി. ഇനി ഇത് നീങ്ങി ഒന്നും ചെയ്യൂല. ഈ ഒരു ഹാം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ തുണി ഉണ്ടല്ലോ അത് മാറ്റി കൊടുക്കണം. എന്നിട്ട് ലൈനിങ് തുണിയിൽ വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു മൂലയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടും തയ്ക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ എത്തുമ്പോൾ നമുക്ക് കെട്ടിട്ട് ഇവിടെ നിന്ന് നിർത്തി കൊടുക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലേറെ നല്ലത് നമ്മൾ പകുതിക്ക് വെച്ചിട്ട് തയ്യൽ നിർത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഹാം ഹോളിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു. ഇനി അടുത്ത ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കൊടുക്കട്ടോ. എന്നാൽ നമ്മൾ ഫ്രണ്ട് തുണിയിൽ ഒട്ടും നൂലൊന്നും പതിയിൽ വൃത്തികേടൊന്നും ഇല്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മളിങ്ങനെ തയ്ച്ചിട്ട് കറക്റ്റ് ആ സെൻറ്ററിൽ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് ഒന്ന് നിർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുത്തു. ഇനി ഈ മുട്ട് സൂചി ഒന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ നല്ല ഭംഗിയിലും വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് നെക്ക് തയ്ച്ച് നോക്കുക കേട്ടോ. അപ്പോൾ വൈദ്യുതി പോണ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ ഇതേപോലെ നമ്മളെ നെക്കൊന്ന് കട്ട് ചെയ്യുക.
എന്നിട്ട് നല്ല തുണിയും ലൈനിങ് തുണിയൊക്കെ തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ലൈനിങ് വെച്ച ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ. ഇനി ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിലും ഇതേപോലെ തന്നെ നമ്മൾ തയ്ക്കേണ്ടത്. നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ ക്യാൻവാസിന് ചാരിയിട്ടൊന്ന് തയ്ച്ചെടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചെടുക്കുക. നമ്മൾ തയ്ക്കണതിൻ്റെ മുന്നേ നമ്മൾ ഷോൾഡറും അതേപോലെ തന്നെ നെക്കിൻ്റെ വീതിയൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കും നമ്മൾ തയ്ക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ തുന്നൊക്കെ അയച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിലേറെ നല്ല നമ്മൾ മുട്ട് സൂചി കുത്തി കൊടുത്തതിന് ശേഷം ഒക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമ്മൾ തയ്ക്കുക. ഇനി ഇത് നമ്മൾ ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ, സ്റ്റിച്ചിൽ കൊള്ളാതെ. അപ്പോൾ നമ്മൾ തുണി കണ്ടില്ലേ, വൈദ്യ മെഷീൻ വന്ന് പോകട്ടോ. ജോർജറ്റിൻ്റെ തുണിയാണ്, നല്ല മിൻസല്ലൊരു ജോർജറ്റിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ അത് വൈദ്യ പോരാണ്. അപ്പോൾ അങ്ങനത്തെ തുണിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് നെക്ക് തയ്ച്ച് നോക്കുക. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തയ്ക്കാൻ കഴിയും. ആദ്യം ലൈനിങ് തുണിയും നല്ല തുണിയും കൂടി തമ്മിൽ തയ്ച്ചെടുക്കുക. എന്നിട്ട് നെക്ക് ക്യാൻവാസിൽ ഇതേപോലെ കട്ട് ചെയ്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ ബാക്ക് നെക്ക് ഇതേപോലെ തയ്ച്ചെടുത്തു. ഇനി ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചെടുത്തിട്ട് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റാക്കി വെച്ചെടുക്കുക. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ മറിച്ചിടേണ്ട ആ ഒരു തുണി ഉണ്ടല്ലോ, അത് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വെച്ചെടുക്കുക. ഈ ക്യാൻവാസ് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെ വെച്ചെടുത്തിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് തയ്ക്കുമ്പോൾ ഷോൾഡർ സ്ലോപ്പായിട്ട് തയ്ച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തയ്ച്ച് എടുത്ത് 2 സ്റ്റിച്ച് എടുക്കുക. ഇനി ഇങ്ങേ ഷോൾഡറും ഇതേപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു അറ്റത്തേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ മറിച്ചിട്ടുന്ന ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അത് ഫ്രണ്ടിലേക്ക് ആക്കി വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഇനി ഞാനിവിടെ സ്ലോപ്പായിട്ടാണ് തയ്ച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനിയാണ് ബാക്ക് പാർട്ട് നമ്മൾ ഫിനിഷ് ചെയ്യണത്. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒന്നിങ്ങനെ ഇതേപോലെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ കണ്ടില്ല, നമ്മൾ 2 ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വലിച്ച് കൊടുക്കുക. ഇനി നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ബാക്ക് നെക്ക് ആദ്യം ഷോൾഡർ മുതൽ പതിച്ച് തയ്ച്ചെടുക്കുക. എന്നിട്ട് നെക്ക് തയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് പാർട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്ക് പാർട്ടിന്മേൽ ഇതേപോലെ ഒന്ന് ഷോൾഡർ പതിച്ച് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മളെ ബാക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്ത് തയ്ക്കാം. ഇതേപോലെ അറ്റത്ത് കൂടെ അങ്ങനെ തയ്ച്ച് പോരുക. ഇതൊക്കെ തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പഴയ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തയ്ച്ച് നോക്കുക. നെക്കൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക. അപ്പോൾ 1-2 വട്ടമൊക്കെ തയ്ക്കുമ്പോഴത്തേന് നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തന്നെ പഠിയും. ഇതേപോലെ ഈ ഒരു ഷോൾഡറും കൂടെ പതിച്ച് തയ്ച്ച് അവസാനിപ്പിച്ച് കൊടുക്കുക. ഇനി ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നെക്ക് മറിച്ചിട്ട ഈ ഒരു തുണി ഉണ്ടല്ലോ, അപ്പോൾ ഇത് നമ്മളെ ലൈനിങ് തുണിയിൽ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തുണി മാറ്റി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ പിൻ ചെയ്ത്
കൊടുക്കുകയാണ്. പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിന്മേൽ കൂടെ ഒന്ന് തയ്ച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ തയ്ക്കാൻ പ്രയാസമുള്ളവർ നിങ്ങൾ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്ക് തയ്ച്ചിട്ട് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ബാക്ക് നെക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്ത് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ എല്ലാ തയ്യലും കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ടും ബാക്കൊക്കെ നല്ല ഭംഗിയിലും വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കറക്റ്റ് അളവിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ ലൈനിങ് തുണി നല്ല തുണിയും കൂടി ആദ്യം ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ല നമ്മൾ നെക്ക് ആ ഒരു കറക്റ്റ് അളവിലും ആ കറക്റ്റ് വൃത്തിയും ഭംഗിയിലൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കൂട്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.